ഇന്നത്തെ കഥയുടെ പേര് ഹരിശ്ചന്ദ്രൻ. അയോധ്യയിലെ രാജാവായിരുന്ന ഹരിശ്ചന്ദ്രൻ ത്രിശങ്കുവിൻ്റെ മകനായിരുന്നു. ശിബി ചക്രവർത്തിയുടെ മകൾ ചന്ദ്രമതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷി. ഇവർക്ക് ലോഹിതാശ്വൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഹരിശ്ചന്ദ്രൻ ധർമ്മിഷ്ഠനും സത്യവാനുമായിരുന്നു. സത്യം പരിപാലിക്കുന്നതിൽ എന്ത് ത്യാഗം അനുഷ്ഠിക്കുവാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഒരിക്കൽ ദേവസഭയിൽ വെച്ച് ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയെക്കുറിച്ച് വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയും തമ്മിൽ വലിയ വാദപ്രതിവാദം തന്നെ നടക്കുകയുണ്ടായി. ഹരിശ്ചന്ദ്രൻ്റെ ഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷി രാജാവിൻ്റെ സത്യസന്ധതയെ വാനോളം പുകഴ്ത്തി. എന്നാൽ വസിഷ്ഠനോട് വൈരാഗ്യമുണ്ടായിരുന്ന വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ കൊണ്ട് അസത്യം പറയിക്കാമെന്ന് ദേവേന്ദ്രനെയും ദേവകളെയും സാക്ഷി നിർത്തി ശപഥം ചെയ്തു. അതിനുശേഷം ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ കൊണ്ട് അസത്യം പറയിക്കാനായി വിശ്വാമിത്രൻ കരുനീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി കുറെ ക്രൂരമൃഗങ്ങളെ സൃഷ്ടിച്ചു ഹരിശ്ചന്ദ്രന്റെ മനോഹരങ്ങളായ ഉദ്യാനങ്ങളും ഉദ്യാന മന്ദിരങ്ങളും മറ്റും നശിപ്പിക്കുവാനാണ് ഒരുമ്പെട്ടത്. ഉദ്യാനങ്ങൾ നശിപ്പിച്ചത് കണ്ട് മനം നൊന്ന മഹാരാജാവ് ഒരു രഥത്തിലേറി ക്രൂരമൃഗങ്ങളെ വേട്ടയാടാൻ ഒരുങ്ങി. എന്നാൽ അതിൽ പന്നിയുടെ വേഷമെടുത്തിരുന്ന ഒരസുരൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ ആകർഷിച്ച് ദൂരെ ഒരു കൊടുങ്കാട്ടിലാണ് എത്തിച്ചത്. എങ്ങോട്ട് പോവണമെന്നറിയാതെ ആ കൊടും വനത്തിൽ രാജാവ് വഴിയറിയാതെ കുഴങ്ങി. ഒടുവിൽ ഒരു കാട്ടരുവിയുടെ തീരത്തെത്തി. നിർമ്മലമായ ജലം പാനം ചെയ്ത് രാജാവ് ദാഹം തീർത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തണലിൽ അല്പം വിശ്രമിക്കാനിരുന്നു. അപ്പോൾ ഒരു വൃദ്ധവേഷധാരി അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, അടിയന്റെ മകളുടെ വിവാഹത്തിന് അല്പം ധനം നൽകാൻ ദയവുണ്ടാകണം. തൻ്റെ കൊട്ടാരത്തിൽ വന്നാൽ ഇഷ്ടം പോലെ നൽകാമെന്ന് ഹരിശ്ചന്ദ്രൻ വാഗ്ദാനം ചെയ്തു. വൃദ്ധൻ ഹരിശ്ചന്ദ്രനെ കൊടുങ്കാട്ടിൽ നിന്നും നേർവഴിക്കെത്തിച്ച ശേഷം വന്ന വഴിക്കു തന്നെ മടങ്ങിപ്പോയി. രാജാവ് കൊട്ടാരത്തിലെത്തി അല്പം കഴിഞ്ഞതേയുള്ളൂ വൃദ്ധവേഷധാരിയും അവിടെ എത്തി. വൃദ്ധനെ സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം രാജാവ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ധനം നൽകി. ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ടതില്ല. സന്തോഷപൂർവ്വം തന്നെ നൽകുന്നതാണെന്നും രാജാവ് പറഞ്ഞു. വൃദ്ധൻ പറഞ്ഞു, മഹാരാജാവേ, ആവശ്യമുള്ളതെന്തും ചോദിച്ചു കൊള്ളുവാൻ അങ്ങ് പറഞ്ഞുവല്ലോ. ഈ രാജ്യവും ഇവിടെയുള്ള സമ്പത്തും മുഴുവൻ എനിക്ക് ദാനം തന്നാലും. ഹരിശ്ചന്ദ്രൻ ഇടിവെട്ടേറ്റ പോലെ ഇത് കർത്തവ്യതാ മൂഢനായി തരിച്ചു നിന്നുപോയി. വൃദ്ധൻ ചോദിച്ചു, രാജൻ, അങ്ങ് എന്താണ് മൗനം ദീക്ഷിക്കുന്നത്? വാക്ക് പാലിക്കാൻ മടിക്കയാണോ? രാജാവ് പെട്ടെന്നുണ്ടായ മനോവിഭ്രാന്തിയിൽ നിന്നും ജാള്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി കർത്തവ്യ പാലകനായി വൃദ്ധനോട് പറഞ്ഞു, ഞാനിവ അങ്ങയ്ക്ക് തന്നു. ജലതർപ്പണം നടത്തിയാൽ ഒരു ദക്ഷിണ തരേണ്ടതുണ്ടല്ലോ. അതെന്തായിരിക്കണം എന്നുകൂടി പറഞ്ഞാലും. വൃദ്ധൻ ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു, 2.5 ഭാരം സ്വർണം തന്നാൽ മതി. തൻ്റെ വൃദ്ധവേഷം ത്യജിച്ച് ഉഗ്ര തേജസ്വിയായി നിന്നുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, രാജാവേ, ദാനമനുസരിച്ച് രാജ്യവും സമ്പത്തും മുഴുവൻ എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അത് ഈ നിമിഷത്തിൽ തന്നെ കിട്ടുകയും വേണം. ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, താപസ ശ്രേഷ്ഠ, ഞങ്ങൾ സർവസ്വവും അങ്ങേക്ക് തന്നു കഴിഞ്ഞു. ഞാനും ഭാര്യയും മകനും ഇതാ ഉടനെ പോകുന്നതാണ്. എങ്കിലും ദക്ഷിണയായി അങ്ങേക്ക് തരേണ്ടുന്ന സ്വർണത്തിന് അല്പകാലത്തെ അവധി തരണം. വിശ്വാമിത്രൻ അത് സമ്മതിക്കുകയും ഹരിശ്ചന്ദ്രനും പത്നിയും മകനും രാജധാനിയിൽ നിന്ന് യാത്രയാവുകയും ചെയ്തു. അല്പദിവസം കഴിഞ്ഞ് വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ സമീപിച്ച് തരാനുള്ള ദക്ഷിണയായ സ്വർണത്തിന് ആവശ്യപ്പെട്ടു. ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, മഹർഷി, അങ്ങ് അല്പം കൂടി ക്ഷമിക്കുക. അങ്ങ് ആവശ്യപ്പെട്ട ദക്ഷിണ തരാൻ തൽക്കാലം ഒരു വഴിയും കാണുന്നില്ല. വിശ്വാമിത്രൻ അല്പം ഈർഷ്യയോടും കോപത്തോടും പറഞ്ഞു, അതൊന്നും സാധ്യമല്ല. തരാമെന്ന് പറഞ്ഞാൽ തരണം, അല്ലെങ്കിൽ തരാൻ സാധ്യമല്ലെന്ന് പറയുക. രണ്ടിലൊന്ന് ഇപ്പോൾ അറിയണം. ഹരിശ്ചന്ദ്രൻ പത്നി ചന്ദ്രമതിയുടെ അഭീഷ്ടം കൂടി അറിഞ്ഞ് അവളെ കാളകണ്ഠൻ എന്ന ബ്രാഹ്മണ പ്രഭുവിന് വിറ്റു. വിറ്റുകിട്ടിയ സ്വർണം മഹർഷിയെ ഏൽപ്പിച്ചു. പ്രഭു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനായിരുന്നു. അയാൾ ചന്ദ്രമതിയെയും അവരോടൊപ്പമുള്ള മകൻ ലോഹിതാശ്വനെയും കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിക്കുകയും കണ്ണിൽ ചോരയില്ലാത്ത ആ ദുഷ്ടൻ അവരെ ശകാരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു വന്നിരുന്നു. കിട്ടിയ സ്വർണം മഹർഷിക്ക് നൽകിയിട്ടും ബാക്കിയുള്ള അല്പം സ്വർണത്തിനായി അദ്ദേഹം ഹരിശ്ചന്ദ്രനെ ഇടവിടാതെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗത്യന്തരമില്ലാതെ ഹരിശ്ചന്ദ്രൻ തന്നെ വിൽക്കാൻ തീരുമാനിക്കുകയും ആ കാര്യം ഓരോ തെരുവിലും ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. ഒടുവിൽ ഒരു ചുടലക്കാവൽക്കാരനായ വീരബാഹു എന്ന പറയപ്രമാണി അയാളെ വിലയ്ക്ക് വാങ്ങി. തന്നെ വിറ്റുകിട്ടിയ സ്വർണം കൂടി കൊടുത്ത് മഹർഷിയുടെ ബാധ്യതകൾ മുഴുവൻ തീർത്തു. അയാൾ വീരബാഹുവിൻ്റെ ചുടലക്കാവൽക്കാരനായി കഴിഞ്ഞു വന്നു.
രാവും പകലും വലിയ ഒരു വടിയുമായി ദഹിക്കാത്ത ശവശരീരങ്ങളെ കുത്തിമറിച്ചും വിറകുകൾ ഇട്ടുകൊടുത്തും ചുടലക്കാവൽക്കാരനായി കഴിഞ്ഞു വന്നിരുന്ന ഹരിചന്ദ്രൻ തന്റെ പ്രഭുവായ വീരബാഹുവിന്റെ ആജ്ഞയനുസരിച്ച് അണുപോലും വ്യതിചലിക്കാതെ സ്വന്തം ജോലി ഭംഗിയായി നിർവഹിച്ചു വന്നു. ഒരു ദിവസം ലോഹിതാശ്വകുമാരൻ കാട്ടിൽ നിന്ന് പ്രഭുവിന്റെ വീട്ടിലേക്ക് വിറകുകെട്ടും ചുമന്നു വരുമ്പോൾ സർപ്പദംശനമേറ്റ് അവിടെ തന്നെ പിടഞ്ഞു വീണു മരിച്ചു. മകനെ വളരെ താമസിച്ചിട്ടും കാണാത്തതിനാൽ ഖിന്നയായ ചന്ദ്രമതി അവനെ തേടി പുറപ്പെടാനൊരുങ്ങി. എന്നാൽ പിശുക്കനും ശാഠ്യക്കാരനുമായ പ്രഭു അവളെ പോകാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, കഠിനമായി മർദ്ദിക്കുകയും ചെയ്തു. വേദനയെല്ലാം സഹിച്ച് ചന്ദ്രമതി ജോലി മുഴുമിപ്പിച്ചു രാത്രിയിൽ പ്രഭുവിന്റെ അർദ്ധസമ്മതത്തോടെ മകനെ തേടി പുറപ്പെട്ടു. അവർ എല്ലായിടത്തും കുഞ്ഞിനെ തിരഞ്ഞു. ഒടുവിൽ കാട്ടിലൊരിടത്ത് ചേതനയേറ്റു തന്റെ മകൻ കിടക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു. മകനെ കെട്ടിപ്പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറി നിലവിളിച്ചു. സമീപത്തുള്ളവർ ഓടിയെത്തിയപ്പോൾ ഒരു ഭ്രാന്തി ഏതോ ഒരു കുട്ടിയെയും കൊണ്ട് അലറിക്കരയുന്നതാണ് കണ്ടത്. ഭ്രാന്തിയാവാം കുട്ടിയെ കൊന്നതെന്ന് അവർ വിശ്വസിക്കുകയും ഗ്രാമത്തലവന്റെ ആജ്ഞപ്രകാരം അവളെ വധിക്കാനായി വലിച്ചിഴച്ചു ചുടലക്കാവൽക്കാരന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. സ്ത്രീവധം നടത്താൻ തനിക്കാവില്ലെന്ന് ചണ്ടാലൻ പറഞ്ഞപ്പോൾ അവർ ചണ്ടാലപ്രഭുവായ വീരബാഹുവിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. വീരബാഹു ചുടലക്കാവൽക്കാരനോട് അവളെ വധിക്കാൻ ആജ്ഞാപിച്ചു. ചന്ദ്രമതി ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, തൻ്റെ കുഞ്ഞിൻ്റെ ശവം കൂടി കൊണ്ടുവന്ന ശേഷം തന്നെ വധിക്കാൻ കനിവുണ്ടാകണമെന്ന്. ചണ്ടാലൻ അതിനനുവദിച്ചു. കുഞ്ഞിൻ്റെ ശവവുമായി ചന്ദ്രമതി തിരിച്ചു വന്നു. എന്നാൽ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ തൻ്റെ പ്രഭുവായ വീരബാഹുവിന് കൊടുക്കേണ്ടുന്ന കരം കൊടുക്കാതെ വയ്യെന്ന് ചണ്ടാലൻ നിർബന്ധം പിടിച്ചു. ചന്ദ്രമതി ദുഃഖം സഹിക്കാനാവാതെ തളർന്നു വീണു. ഹരിചന്ദ്രനായിരുന്നു ആ ചുടലക്കാവൽക്കാരൻ. ചുടലയിലെ കനൽ വെളിച്ചത്തിൽ ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. ആഹാരം കിട്ടാതെയും കഠിന ജോലികൾ ചെയ്തും ആരോഗ്യം തകർന്ന തൻ്റെ പത്നിയും കുഞ്ഞുമാണതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വാവിട്ടു നിലവിളിച്ചുകൊണ്ട് അയാൾ ഭാര്യയെ തഴുകി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഉള്ള ശക്തി മുഴുവൻ സംഭരിച്ച് തന്നെ രൂക്ഷമായി നോക്കിയ അവളോട് താൻ ഹരിചന്ദ്രനാണെന്ന് അയാൾ ഒരു വിധത്തിൽ ധരിപ്പിച്ചു. ചന്ദ്രമതിയും ഹരിചന്ദ്രനും വാവിട്ടു നിലവിളിച്ചു. മകനെ ദഹിപ്പിക്കണമെങ്കിൽ തൻ്റെ പ്രഭുവിനെ ഒടുക്കേണ്ടുന്ന കരം ഒടുക്കാത്ത പക്ഷം താൻ വിശ്വാസവഞ്ചകനാവുമെന്ന് ഹരിചന്ദ്രൻ പത്നിയോട് പറഞ്ഞു. ഒടുവിൽ ഈ കടുത്ത കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാൻ മരണമാണ് നല്ലതെന്ന് അവരിരുവരും തീരുമാനിച്ചു. വലിയൊരു ചിതയൊരുക്കി മകന്റെ മൃതശരീരവുമായി അവർ രണ്ടുപേരും അഗ്നിയെ വലം വെച്ച് അതിൽ ചാടി. എന്നാൽ പെട്ടെന്നു തന്നെ വിശ്വാമിത്രൻ ഹരിചന്ദ്രന്റെ കൈക്ക് പിടിച്ചു. ശ്മശാനവും അഗ്നിയും ശവവുമെല്ലാം അവിടെ നിന്ന് മറഞ്ഞുപോയി. രാജാവും ചന്ദ്രമതിയും ആശ്ചര്യഭരിതരായി. ലോഹിതാശ്വൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന പോലെ എണീറ്റു. ദേവന്മാർ പുഷ്പവൃഷ്ടിയോടെ ഹരിചന്ദ്രനെ അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം കൂടുതൽ ഐശ്വര്യത്തോടെ അവർക്ക് തിരിച്ചു കിട്ടി. ഹരിചന്ദ്രന്റെ സത്യസന്ധതയെ വിശ്വാമിത്രനും മറ്റെല്ലാവരും പുകഴ്ത്തി. സത്യത്തിന്റെ പര്യായമായി ഹരിചന്ദ്രൻ മാറുകയും ചെയ്തു.